കേരളത്തിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അങ്ങനെ കളം ഒരുങ്ങിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനും സീറ്റ് വിഭജനത്തിനുമുള്ള അന്തിമ ചർച്ചകൾ ഓരോ മുന്നണിയിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണത്തെ അപ്രതീക്ഷിത തോൽവിയിൽ നിന്ന് തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ് ഇക്കുറി LDF. അതിനായി സകല അടവുകളും പാറ്റാനും പുതിയ തന്ത്രങ്ങൾ അവതരിപ്പിക്കാനും തന്നെയാണ് അവരുടെ ശ്രമം. ഇടതു മുന്നണി സ്ഥാനാർത്ഥികളുടെ അന്തിമ ചിത്രം അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ അറിയാമെന്നാണ് റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വലിയ മുന്നൊരുക്കമാണ് LDF ക്യാമ്പിൽ നടക്കുന്നത്. നിലവിൽ LDFന്റെ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിൽ പ്രമുഖരുടെ വൻ നിര തന്നെയാണുള്ളത്. സിനിമാ താരങ്ങൾ ഉൾപ്പെടെ പലരുടെയും പേരുകൾ പറഞ്ഞു കേൾക്കുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന ഏറ്റവും വലിയ പ്രചാരണം ചാലക്കുടിയിൽ LDF സ്ഥാനാർത്ഥിയായി മഞ്ജു വാര്യർ വരുന്നു എന്നതായിരുന്നു. ഒരു പ്രമുഖ ദേശീയ ദിനപത്രമാണ് ആദ്യമായി ഈ വാർത്ത പുറത്തുവിട്ടത്. ഇതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ മഞ്ജു വാര്യരുടെ ചാലക്കുടി സ്ഥാനാർത്ഥിത്വവും ചർച്ചയായി. എന്നാൽ പാർട്ടി നേതാക്കളോ ഇടത് പ്രൊഫൈലുകളോ ഈ വാർത്ത തള്ളുകയോ കൊള്ളുകയോ ചെയ്തിട്ടില്ല. 2014-ലും 2019-ലും ഇന്നസെന്റ് മത്സരിച്ച ചാലക്കുടിയിൽ ഇത്തവണ സിനിമാ രംഗത്തു നിന്ന് മഞ്ജു വാര്യരെയും പരിഗണിക്കുന്നു എന്നായിരുന്നു പത്രത്തിലെ വാർത്ത. മഞ്ജു വാര്യരെ കളത്തിലിറക്കിയാൽ ചാലക്കുടിയിൽ നിന്ന് ജയിക്കാൻ സാധിക്കുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നത്. അതുപോലെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കുന്നില്ല എങ്കിൽ നടൻ സിദ്ദിഖിനെ കോൺഗ്രസ് പരിഗണിച്ചേക്കുമെന്നാണ് വാർത്തകൾ. മത സാമുദായിക സമവാക്യങ്ങൾ പരിഗണിച്ചാണ് ഈ നീക്കത്തിന് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും സൂചനയുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് സിദ്ദിഖിലേക്ക് ചർച്ചകൾ എത്തുന്നത് ആദ്യമായല്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരൂരിൽ നിന്ന് സിദ്ദിഖ് മത്സരിച്ചേക്കുമെന്നും അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. കോൺഗ്രസുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന സിദ്ദിഖിന്റെ ജനപ്രിയത മുതലാക്കണമെന്നാണ് കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ അണികളിൽ ഉയർന്നിരിക്കുന്ന ആവശ്യം. അതുപോലെ നടൻ ഉണ്ണി മുകുന്ദൻ BJP സ്ഥാനാർത്ഥിയായേക്കുമെന്ന് തെരഞ്ഞെടുപ്പ് വർഷത്തിനു മുൻപ് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച സജീവമാണ്. BJP സംഘപരിവാർ നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഉണ്ണി മുകുന്ദൻ സമൂഹ മാധ്യമങ്ങളിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വക്താവായി മാറിയിട്ടുണ്ട്. പത്തനംതിട്ടയിലേക്ക് ഉണ്ണി മുകുന്ദന്റെ പേര് BJP ഗൗരവമായി പരിഗണിക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം വാർത്തകളും വന്നിരുന്നു. തൃശൂരിൽ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തന്നെയാണെന്നത് ഉറപ്പാണ്. ഇനി ഔദ്യോഗിക പ്രഖ്യാപനം മാത്രം വന്നാൽ മതിയാകും. സുരേഷ് ഗോപിക്കൊപ്പം നടൻ കൃഷ്ണകുമാറിനെയും BJP സ്ഥാനാർത്ഥിയാക്കാൻ ഒരു വിഭാഗം സോഷ്യൽ മീഡിയയിൽ സജീവമായി പണിയെടുക്കുന്നുണ്ട്. നേരത്തെ ഈഞ്ചക്കൽ ഫ്ലൈ ഓവർ യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിച്ച KKGക്ക് അഭിനന്ദനങ്ങൾ എന്ന പേരിൽ തിരുവനന്തപുരം നഗരത്തിൽ പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമായിരുന്നു എന്ന് BJPയിൽ തന്നെ അഭിപ്രായവും ഉയർന്നിട്ടുണ്ട്. BJP ദേശീയ സമിതി അംഗമായ കൃഷ്ണകുമാർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് പരാജയപ്പെട്ടിരുന്നു. നടി അനുശ്രീയെ അതുപോലെ BJP സ്ഥാനാർത്ഥിയാക്കണമെന്നും ചില ഗ്രൂപ്പുകളിൽ ചർച്ച നടക്കുന്നുണ്ട്. രമേശ് പിഷാരടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായേക്കുമെന്ന ചർച്ചയും സജീവമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാലുശ്ശേരിയിൽ നിർത്തി തോൽപ്പിച്ച ധർമ്മരാജനെ കോൺഗ്രസ് ഇത്തവണയും പരിഗണിക്കണമെന്ന് ഇടത് പ്രൊഫൈലുകൾ പരിഹസിക്കുന്നുമുണ്ട്.